പാർലമെന്റിൽ 19 ദിവസം നീണ്ടുനിൽക്കുന്ന ശൈത്യകാല സമ്മേളനം തുടങ്ങിക്കഴിഞ്ഞു. 15 സിറ്റിംഗുകളാണ് ഇപ്പോൾ പ്രധാനമായും ഉള്ളത്. പ്രതിപക്ഷം നിരവധി അടിയന്തര പ്രശ്നങ്ങളുമായി വരുമ്പോൾ അതിനെല്ലാം അനുമതി നിഷേധിച്ചുകൊണ്ട് രാജ്യസഭയിലും ലോക്സഭയിലും BJP നേതൃത്വത്തിന്റെ അട്ടഹാസം മാത്രമാണ് അവിടെ മുഴങ്ങിക്കേൾക്കുന്നത്. സഭാ നടപടികൾ ഏകപക്ഷീയമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് BJPയുടെ നിർദ്ദേശം. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെതിരെയുള്ള നടപടികളും നീക്കങ്ങളും ആവശ്യമാണ്. ഇലക്ഷൻ കമ്മീഷനെയും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെയും ഒരു ത്രാസിൽ തന്നെ തൂക്കാൻ കഴിയുന്ന അവസ്ഥയിലാണ് അവരുടെ പ്രവൃത്തികൾ. ഭരണഘടനയെ വെല്ലുവിളിക്കുകയാണ്, ഇന്ത്യൻ ജനാധിപത്യത്തെ ധ്വംസിക്കുകയാണ് എന്ന് ശക്തമായി ആരോപിച്ചുകൊണ്ടുള്ള പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയങ്ങളെ പരിപൂർണമായും റദ്ദാക്കുകയാണ്. ഏകപക്ഷീയമായി ഒരു രീതിയിലും പാർലമെന്റിൽ പ്രതിപക്ഷ എംപിമാരുടെ ഇടപെടലുകളും ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. ശൈത്യകാല സമ്മേളനത്തിന് മുമ്പ് തന്നെ പാർലമെന്റ് അടിയന്തര സമ്മേളനം വേണമെന്ന് പലപ്പോഴായി ആവശ്യപ്പെട്ടപ്പോൾ അതിനെയൊന്നും ഗൗരവത്തോടെ നരേന്ദ്രമോദിയോ അദ്ദേഹത്തിന്റെ ടീമോ ഏറ്റെടുത്തില്ല. അവരുടെ മന്ത്രിസഭയ്ക്ക് ഭംഗം വരുന്നത് ഒന്നും തന്നെ അവർ ചെയ്യില്ല. ആഭ്യന്തര സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ട് ചെങ്കോട്ടയിൽ നടന്ന ബോംബ് സ്ഫോടനത്തെ സംബന്ധിക്കുന്ന വിവരങ്ങൾ അത് മാധ്യമങ്ങളുടെ മുൻപിൽ പറയുമ്പോഴും അതിനെക്കുറിച്ചുള്ള ആശങ്ക പ്രതിപക്ഷം ഉന്നയിക്കുന്നതിന് വ്യക്തമായ ഒരു മറുപടി അമിത്ഷായ്ക്കോ ആഭ്യന്തര സഹമന്ത്രിക്കോ നൽകാൻ കഴിയുന്നില്ല. ഇവിടെയാണ് പാളിച്ചകൾ ഒന്നൊന്നായി സംഭവിക്കുന്നതിനെ പറ്റിയുള്ള പ്രതിപക്ഷത്തിന്റെ ആശങ്ക ചർച്ച ചെയ്യാതെ പോകുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ പേക്കൂത്ത് ഇത് കണ്ടുകൊണ്ടിരിക്കാൻ തങ്ങൾക്ക് സാധിക്കില്ല എന്ന് രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രതിപക്ഷത്തിൽ നിന്നുള്ള ഒട്ടനവധിയായ സഖ്യകക്ഷികളുടെ എംപിമാർ പറയുമ്പോഴും ഓം ബിർളയും CP രാധാകൃഷ്ണനും മൗനം പാലിക്കുകയാണ്. കാരണം അവർക്ക് മറുപടിയില്ല. അവർക്ക് വളരെ വ്യക്തമായി അറിയാം ഈ രാജ്യത്ത് എങ്ങനെയാണ് ജനാധിപത്യ ധ്വംസനം നടക്കുന്നത് എന്നുള്ളത്. BJPയുടെ നേതാക്കൾ അവർ ഏതെങ്കിലും രീതിയിൽ പ്രതിപക്ഷത്തിനെ ബഹുമാനിക്കുകയോ അല്ലെങ്കിൽ പ്രതിപക്ഷം പറയുന്നത് ക്ഷമയോടെ കേട്ടിരിക്കുകയോ ചെയ്യുകയില്ല. അവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം നൽകരുത് എന്ന അപേക്ഷയുമായിട്ടാണ് ഇത്തരം എംപിമാർ സഭയിൽ വരുന്നത്. 2026 തുടക്കത്തിൽ രാഷ്ട്രപതി വീണ്ടും പാർലമെന്റിനെ അഭിസംബോധന ചെയ്യാൻ പോകുമ്പോൾ അതിനു മുൻപ് തന്നെ സുപ്രധാന നീക്കം സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസിനെ ഇറക്കി നടത്തുകയാണ്. ഹർജികൾ മുഴുവൻ ഏകപക്ഷീയമായി റദ്ദാക്കിക്കൊണ്ട് പുതിയ ചീഫ് ജസ്റ്റിസ് RSSന്റെ വഴിയെ പോകുന്നു എന്നതാണ് യാഥാർത്ഥ്യം.